ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മാസം മറുപടി ഇതൊന്ന് കേട്ടോക്കി. ഇത് കേൾക്കണതിന് മുന്നേ ഒരു സാധനം മറന്നു. ഇപ്പോൾ ഓക്കെ. പറയും. MP സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയുണ്ട് കഴിഞ്ഞ 2 വർഷത്തെ? നിങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ വിയർപ്പിൻ്റെ അസുഖമുണ്ട് എന്ന് പറഞ്ഞൊരാളറിയോ, തിരിച്ചറിയൂ? 10 മണിയിൽ വെയിൽ കൊണ്ട തല കറങ്ങണ സുരേഷ് ഗോപി നിനക്ക് പറ്റില്ലടാ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ആൾ ഓർക്കണ്ട. അത് കറക്റ്റായിന്ന് അവ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട. ഇപ്പം ഇത്ര ഇതായിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ സ്റ്റൈല് രാഷ്ട്രീയ സ്റ്റൈലല്ല. ഫിലിമുകാരനെ അവനെങ്ങനെ കൊണ്ടുനടക്കുന്നത് എനിക്കറിയില്ല. ഒന്നിനും കൊള്ളാൻ പറ്റാത്ത ഇതാ. പക്ഷെ കേന്ദ്രമന്ത്രിന് സ്ഥാനമുണ്ട്. ഈ കേന്ദ്രമന്ത്രി ആയ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തനത്തിലൂടെ BJPക്ക് വലിയൊരു സപ്പോർട്ട് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സംഭവിച്ചോ? സംഭവിക്കുന്നു. അവൻ ഇവിടുന്ന് ഇവിടേക്ക് വരുമ്പോഴേക്കും 5 കോടി രൂപ വാഗ്ദാനം കൊടുത്തുള്ള ആള്. അപ്പോൾ 1 കിലോമീറ്ററിൽ എത്ര കോടി രൂപ വരും അവൻ്റെ വാഗ്ദാനങ്ങൾ? എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു അനുഭവം തൃശ്ശൂർക്കാർക്കുണ്ട്. നീ പരീക്ഷിക്കണോ? അപ്പോൾ ഈ നിയമസഭയിൽ സുരേഷ് ഗോപി പറയുന്ന പാർട്ടിക്ക്, സുരേഷ് ഗോപി പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് തൃശ്ശൂരുകാർ വോട്ട് ചെയ്യുമോ? ചെയ്യാൻ ഒരുവിധ സാധ്യതയില്ല. BJPക്കാരോട് ചോദിച്ചാലോ? അപ്പം അവർ പ്രജകളല്ലോ, BJPക്കാർ അവൻ്റെ പ്രജകളല്ല. രാജാക്കന്മാരുടെ ഒരു ഇതിലാണ് അവൻ ഈ മണിച്ചിത്രതാഴില് സുരേഷ് ഗോപി എന്ന നടൻ, അവൻ്റെ ഭാര്യ ശോഭന. ആ ശോഭന ഇവനാ ഉണ്ടായിരുന്നു. ഗംഗ ഇവനാ ഉണ്ടായിരുന്നു. അതേ കാര്യങ്ങളാണ്, ക്യാരക്ടറാണ്. അവന് MP ആയാലും എന്തായാലും രാജകീയം. അവ പ്രജകൾ ഏതാ? രാജാക്കന്മാരുടെ കാലത്തുള്ളോ പ്രജകള്. നമ്മൾ ഈ ലോക്കലിലേക്ക് കാണുമ്പോൾ അറപ്പ് തോന്നുന്ന ചെയ്യണ ഒരു പപ്പടം കൊടുന്ന ഒരാളുടെ പപ്പടം പൊട്ടിച്ചളഞ്ഞ് തിന്ന ഒരു പ്രമാണിമാരുടെ സ്വഭാവം പ്രമാണി. ഇതാ കണ്ടില്ലേ? അപ്പൊ നോക്കി കണ്ടൊക്കെ ഇത് ചെയ്യാ. ഇതാ വേറൊരു ചേട്ടാ ആര് വരണമെന്നാണ് നിങ്ങളൊരു അഭിപ്രായം? ആര് വന്നാലും നമുക്ക് LDF വന്നാലും UDF വന്നാലും BJP വന്നാലും നമ്മൾ അധ്വാനിച്ചാലേ ജീവിക്കാവുള്ളൂ. അല്ലാതെ നമ്മളെ പട്ടിണിയും കഷ്ടപ്പാടൊന്നും മാറാൻ പറ്റില്ല. നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം. അധ്വാനിച്ചാലേ ജീവിക്കാവൂ. പച്ചയായ സത്യം. എന്നാലും ഗ്യാസ് അരിയും മണ്ണെണ്ണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ വേണ്ടേ? ഞാൻ പോണു വെറുതെ എക്സ്പ്രഷനൊക്കെ ഇട്ട് ചാവാന്. അപ്പം എല്ലാവർക്കും വണക്കം.